ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. ഇന്നെൻ്റെ പേരക്കുട്ടിയുണ്ട് ട്ടാ. എൻ്റെ ഇസാനുണ്ടെന്ന് തുണക്ക് എൻ്റെ കൂടെ കമ്പനിക്ക്. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു വീഡിയോ കണ്ട്, അതായത് യൂട്യൂബ് ചാനൽ പുതിയതായി തുടങ്ങുന്നവർക്കും പിന്നെ മോണി ആവാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അവരെ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തബ്നെയിൽ കണ്ടപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ തബ്നെയിൽ കണ്ടപ്പോൾ 365 ദിവസം ഒന്നും വേണ്ട, ഒരൊറ്റ ദിവസം കൊണ്ട് 4000 വാച്ച് ഓവർ ആവാം എന്ന് പറഞ്ഞിട്ടാണ് തബ്നെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയെന്ന് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കണ്ടത് അതിൽ പറയണ എന്താണെന്നറിയോ? 10 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് 50,000 പേര് കണ്ടാൽ 4000 മണിക്കൂറാവുന്ന അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് അപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ഇട്ടാൽ 365 ദിവസം യൂട്യൂബ് നമുക്ക് സമയം തരുന്നുണ്ട്. ഈ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ 4000 വാച്ച് അവർ 1000 സബ്സ്ക്രൈബ് ആവണം എന്നാണ് അവരുടെ ഒരു നിയമം. അപ്പോൾ ഈ 10 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് 50,000 പേര് ഒരു ദിവസം കണ്ടാലല്ലേ പിന്നെ അങ്ങനെ 4000 വാച്ച് ഓവറൊക്കെ ആവുക. അതൊന്നും ഇപ്പോൾ അത്ര പെട്ടെന്ന് എല്ലാവർക്കും പറ്റുമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടൻ്റ് ആയിരിക്കണം. 4000 പേരൊക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ 4000 പേര് കാണുന്ന കണ്ടൻറ്റുകളുണ്ടാവും. അങ്ങനത്തെ പിന്നെ അങ്ങനത്തെ കണ്ടൻറ്റുകളാണെങ്കിൽ ചിലപ്പോൾ സാധിച്ചു തരും. ഇതിപ്പോൾ അല്ലാതെ തന്നെ പോലുള്ള ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും 4000 പേരൊന്നും ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം കൊണ്ടും കാണുമൊന്നുമില്ല. അങ്ങനെയൊക്കെ വിചാരിക്കണത് ഒരു എന്താ പറയുക, അത്യാഗ്രഹമാണ്, അതിമോഹം ആണ്. എന്നാൽ എൻ്റെ ചാനലിന് തുടങ്ങിയ വർഷം ഇതിൽ ഞാൻ നോക്കിയപ്പോൾ 2019 കേട്ടോ കാണുന്നത്. പക്ഷേ 2019 ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല. ഞാൻ 2020 ഡിസംബറിലാണോ നവംബർ ലാസ്റ്റാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. അതായത് ഈ ടച്ച് ഫോൺ വാങ്ങിയത് ആ ഒരു സമയത്താണ്, 2020 കൊറോണയ്ക്ക് ശേഷം, കൊറോണ ലോക്ക്ഡൗൺ സമയത്താണ് വാങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് യൂട്യൂബൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3.5 വർഷമൊക്കെ അത്ര ആയിട്ടുണ്ടാവും. ഞാൻ പക്ഷെ അതിൽ വീഡിയോസൊന്നും ഇടാറില്ല. ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും കുസൃതി കാണിക്കുന്നതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിരുന്നല്ലാതെ ഒരു 20 സബ്സ്ക്രൈബായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ എൻ്റെ 365 ദിവസം പക്ഷെ ഞാൻ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 3 വീഡിയോസ് ഇടണം എന്ന് ഫുള്ളാക്കണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അതിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ വോയിസ് മാത്രം കുറച്ച് വീഡിയോസ് ഇട്ട് നോക്കി. അപ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് വ്യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വ്യൂസ് ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇടുക. വ്യൂസ് ഇല്ല, മുഖം കാണിച്ചിട്ട് വ്യൂസ് വന്നതല്ല കേട്ടോ പറയുന്നത്. അത് അങ്ങനെ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, അതായത് മുഖം കാണിച്ച് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ വേറെ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് ഇന്ന് കാൽനട യാത്രക്ക് പോണതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ വോയിസ് കൊടുത്തിട്ട് അങ്ങനെ ഇട്ടിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് മുഖം കാണിച്ചിട്ട് ഇടുന്നത്.
അപ്പം അതൊക്കെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ വൈറലാവണ അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് കിട്ടേണ്ട ഒന്നും വീഡിയോസ് അല്ലല്ലോ ഇതൊന്നും. അപ്പം അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇതാവില്ല. അപ്പോൾ എന്തായാലും ഒരു 27 സബ്സ്ക്രൈബ് ഉള്ളപ്പോഴാണ് ഞാനിത് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്, അതായത് ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അതുവരെ കുട്ടികൾ എന്തെങ്കിലും ഡാൻസിൻ്റെ ഒക്കെ ഷോർട്ട് പോലെ ഇട്ടിരുന്നതല്ലാതെ. അപ്പോൾ അങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ 220 സബ്സ്ക്രൈബായി നിൽക്കണത്. അപ്പോൾ ഇപ്പോഴും 3 മാസം ആയിണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിലെ 3 മാസം കഴിഞ്ഞില്ലേ. സാവകാശം മതി എന്ന് വിചാരിക്കുക. അല്ല, സാവകാശം മതി എന്നല്ല, ആവും. അതേപോലെ 1000 വെറും 27 220 ആയില്ല, അതേപോലെ ആയിക്കോളും. ഒരു ക്ഷമ, എന്ത് കാര്യത്തിനും ഒരു ക്ഷമ വേണം, പിന്നെ ഒരു ശ്രമിക്കുകയും വേണം. അപ്പോഴാണ് ഒരു കാര്യം സാധിപ്പെടുക. ഒരു നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ക്ഷമ ഒന്നാമതായിട്ട് വേണം, രണ്ടാമത്തെ ശ്രമിക്കുകയും വേണം. അപ്പോൾ 365 ദിവസം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആ ഒരു സമയത്തേക്ക് ചിലപ്പോൾ ആവാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആവും എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇടുന്നു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും അതൊക്കെ നമ്മളെ ആ ഒരു തബ്നെയിൽ അങ്ങനെ കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യിക്കുക, അത് നോക്കിക്കുക. തബ്നെയിൽ വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും തബ്നെയിലൊന്നും ഞാൻ കൊടുക്കണില്ല. തബ്നെയിലിൻ്റെ ആപ്പ് എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം തോന്നുന്നു. ആ ആപ്പ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം തോന്നുന്നു. അങ്ങനെയാണ് കാണിക്കുന്നതില്ല എടുക്കുമ്പോൾ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത്ര ദിവസത്തിന് ഇത്ര രൂപ, ഒരു മാസത്തിന് ഇത്ര രൂപ, ഒരു വർഷത്തേക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പൈസ കൊടുത്തിട്ടൊന്നും ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. നമുക്കൊക്കെ അതിനുള്ള വരുമാനം കാര്യമൊക്കെ ആകുമ്പോൾ ചെയ്യാം. ഇപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു കാര്യം ഇപ്പോഴത്തെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെ കാര്യം ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ കാര്യങ്ങൾ. എന്ത് കാര്യം അപ്പം വെച്ച വാഴ അപ്പാണ്ട് കൊലക്കണം, ഒരു ക്ഷമയൊന്നുമില്ല. അത് വളരാനും വലുതാവാനും ഒരു വാഴ കൊലക്കണമെങ്കിൽ 1 വർഷം എടുക്കും എന്തായാലും. അതിനുള്ള ഒരു ക്ഷമ കാത്തു നിൽക്കാനൊന്നും സമയമില്ല. അങ്ങോട്ട് 4 ദിവസം കൊണ്ട് വെച്ച വാഴ അപ്പാണ്ട് കൊലക്കണം. അത് കൊലച്ചില്ലെങ്കിൽ അപ്പം അങ്ങോട്ട് അത് ദൂരക്കിട്ട് വേറെ പോകണ ഒരു സമ്പ്രദായം. ഒരു ക്ഷമയില്ല, ഒന്നിനും ഒരു ശ്രമമില്ല, അങ്ങനത്തെ ഉള്ളോ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിനെപ്പറ്റിയൊരു അഭിപ്രായം പറയണമെന്ന് തോന്നിയിട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും റമളാൻ മുബാറക്.